മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന എല്ലാ വചനദാഹികളെയും ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ ഇതാ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. 5 നാൾ ദിവസത്തെ ഡെലിവറൻസ് പ്രാർത്ഥനയുടെ സമാപന ദിവസമാണിന്ന്. വചനം കേൾക്കുന്നവരെ കർത്താവ് നീ സഹായിക്കണമേ. വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കൈപിടിച്ച് നീ നടത്തണമേ. ഓരോ കുടുംബത്തിൻ്റെ സങ്കടങ്ങളിലും ആരോരും അറിയാത്ത രഹസ്യ ദുഃഖങ്ങളിലും ഓരോ കുടുംബങ്ങളെ അവിടുന്ന് നയിക്കണമേ. അവരുടെ മാനസിക വ്യഥകളിലും സംഘർഷങ്ങളിലും പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, എൻ്റെ അമ്മേ, ഓരോ മക്കളുടെ സൗഖ്യത്തിലേക്ക് നീ യാത്രയാകണമേ. ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഏശയുടെ പുസ്തകം 59 അധ്യായം 1 വാക്യം. ശ്രദ്ധിക്കണേ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. മകളെ, ദൈവം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകത്തെ രക്ഷിച്ചിരിക്കുകയാണ്. ആ ദൗത്യം ഇന്ന് തിരുസഭയിലൂടെ തുടരുകയാണ്. ആത്മരക്ഷയ്ക്കുതകുന്ന രോഗശാന്തിയും ഡെലിവറൻസും സഭയിലൂടെ ഇന്ന് തുടരുകയാണ്. തിന്മയുടെ ആധിപത്യങ്ങളെ ചെറുത്ത് നിൽക്കാൻ, എതിർത്ത് നിൽക്കാൻ ദൈവമായ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഈ ശക്തിയും ഈ കൃപയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക? ശ്രദ്ധിക്കണേ. 7 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. സാധിക്കുന്നവരെല്ലാവരും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും വിശ്വാസ പ്രമാണം രാവിലെയും വൈകിട്ടും ചൊല്ലുക. 2, അരൂപിക്കടുത്ത കുർബാന സ്വീകരണം നടത്തുക. 3, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സുഹൃത ജപങ്ങൾ പലവുരി ആവർത്തിച്ച് ചെല്ലുക. 4, യേശുനാമം, യേശുവേ യേശുവേ യേശുവേ, ഇങ്ങനെ യേശുനാമം എപ്പോഴും ഉരുവിട്ട് നടക്കുക. 5, കരുണക്കൊന്തയിലെ അല്ലെങ്കിൽ മുറിയിലിരിക്കുന്ന കുരിശ് ഒരു ദിവസത്തെ എപ്പോഴെങ്കിലും തൊട്ടുമുത്തുക, വണങ്ങുക. 6, ഏതെങ്കിലും വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും കുറച്ച് കഴിക്കുക. 7, എല്ലാ ദിവസവും നമ്മുടെ മുമ്പിലെത്തുന്ന ഈ പ്രയർ ലൈൻ അനേകം മക്കൾക്ക് എത്തിക്കുക. എങ്ങനെ ആത്മാവിൽ മാന്യം കൂടാതെ കർത്താവിനെ രക്ഷിക്കുന്ന കരം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും? ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനേക മക്കളുടെ സഹകരണത്തിലൂടെ ഈ പ്രയർ ലയൻ അനുദിനം വളരുന്നത് കണ്ട് സ്വർഗം നമ്മെയും നമ്മുടെ ഓരോ പ്രവർത്തനം നോക്കി സന്തോഷിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇത് ഷെയർ ചെയ്യുന്നവരിലും ഇത് എത്തിച്ചേരുന്നവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.